ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി വന്നിട്ടോ. സമയം ഇപ്പോൾ ഒരു 7 മണി ആവണുണ്ടാവുള്ളായിരിക്കും കേട്ടോ. അപ്പം ഞാൻ മോളോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി നിൽക്കണേ. അപ്പം ഞാൻ ഇക്കാക്ക് അടുത്ത് പറയുന്നത് നമുക്ക് ടൂ വീലറിന് പോയാൽ പോരെ. അപ്പോൾ ഇക്കാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, ടൂ വീലറിനൊന്നും പോകണ്ട, നമുക്ക് ഓട്ടോയ്ക്ക് തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾക്ക് എന്തായാലും ഇന്ന് ഗ്ലൂക്കോസ് ടെസ്റ്റാണ്. അപ്പോൾ കുറച്ച് സമയം എന്തായാലും ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരു 3 മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ മക്കൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോണത്. അവർ വീട്ടിലുണ്ട്. അപ്പോൾ മിനുസാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. അങ്ങനെ ഞാൻ ഫോണൊക്കെ വാങ്ങിച്ച് ഓട്ടോയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇക്കാക പറഞ്ഞാൽ പതുക്കെ വന്നാൽ മതി. ഞാൻ വേഗം നടന്നു വന്നപ്പോൾ ഇക്കാകൻ്റെ പതുക്കെ വന്നാൽ മതി. അങ്ങനെ ഇക്കാക എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു പോരും കേട്ടോ. ഞാനവിടെ ചെന്നിട്ട് പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ കാരണം കുട്ടികളെ സ്കൂളിലൊക്കെ ആക്കണമല്ലോ. അപ്പോൾ പിന്നെ ഇക്കാകൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ചെന്ന് നിന്നിട്ട് ടെസ്റ്റൊക്കെ കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാമെന്ന്. അങ്ങനെ നേരെ ചെന്ന് അവർ ആദ്യം തന്നെ ബ്ലഡ് എടുത്തു. അതിനുശേഷം അവർ ഗ്ലൂക്കോസ് തന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. കുടിക്കാൻ ഇത്തിരി പണി ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഗ്ലൂക്കോസ് കുടിക്കാതെ തന്നെ ഇച്ചിരി പണിയുള്ള കേസാണ്. കഴിഞ്ഞ 2 ഡെലിവറിയിൽ എനിക്കിത് കുടിക്കാനൊന്നും പറ്റിയിരുന്നില്ല, വോമിറ്റിംഗ് ആയിരുന്നു. ഇങ്ങനെയായിരുന്നു കേട്ടോ. രാവിലെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ ഇല്ല കേട്ടോ. ഞാനും പിന്നെ വേറൊരു ഫാമിലി മാത്രം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ആകെ ഞാനും റിസപ്ഷനിലെ ആ ഒരു ചേച്ചി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും ഓരോരുത്തർ നൈറ്റിലുണ്ടായിരുന്നവരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ ദേ വിജന മൂകത പോലെ കിടക്കണുണ്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ മാത്രം ഉണ്ടായിരുന്നു. ഞാനും അവരും കൂടെ തന്നെയാണ് കുറേ നേരം ഇരുന്നായിരുന്നത് കേട്ടോ. പിന്നെ അവിടെ ഗ്ലൂക്കോസൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂർ വെയിറ്റിംഗ് ആണ്. ഇതിനും ഇക്കാക്ക പിള്ളേരെയൊക്കെ സ്കൂളിലാക്കിയിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടായി. അപ്പോഴാണ് അവിടെ ഫ്ലാഗ് ഹോയിസ്റ്റൊക്കെ നടന്നത് ഹോസ്പിറ്റലിൽ. ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി അതൊക്കെ കണ്ടു. ലഡുവൊക്കെ തന്നു. ഞങ്ങൾ കഴിച്ചില്ല, ഞാൻ കഴിച്ചില്ല, ഇക്കാക്കൊക്കെ മാത്രം കഴിച്ചുള്ളൂ. അതിനൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വിശക്കണുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ചായയും ഒരു പഴംപൊരി മാത്രം മതിയിട്ട്, എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പം അതിനൊന്ന് പൂരി കഴിച്ചോ വെള്ളയപ്പം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി വന്നു. ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മോൻ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു, സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായി. പിന്നെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്നപ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്യാനായിരുന്നു കേട്ടോ. അവന് തിടുക്കം. അങ്ങനെ ഞങ്ങൾ നോക്കി എന്താണ് അവൻ്റെ ഫ്രണ്ട് അവന് ഗിഫ്റ്റ് കൊടുത്തതെന്ന് അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പിയിലാണ്. ഗിഫ്റ്റ് കിട്ടിയത് ഇക്കാക്കാണെങ്കിലും അനിയത്തിക്കും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ 2 ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ അവരുടെ ആനുവൽ ഡേയുടെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിലിട്ടിട്ട് അവരൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായി, അവനും അവൻ്റെ ഫ്രണ്ടും കൂടി. അപ്പോൾ അതാണ് അവന് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ട്, ആദ്യമായിട്ടാണ് ഒരു ഫ്രണ്ട് അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ഞാനവന് ഡയറി മിൽക്ക് സിൽക്ക് വേണമെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു അവൻ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ കാക്കടുത്ത് പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം ഞാൻ ഡയറി മിൽക്ക് സിൽക്ക് വാങ്ങിച്ചു കൊടുക്കുക. ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ 2 പേർക്കും ഡയറി മിൽക്ക് സിൽക്കാണ് മേടിച്ചു കൊടുത്തത്. ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് 2 ആൾക്കും. അങ്ങനെ വാവിച്ചി പറഞ്ഞു വാവിച്ചിട്ട് തോന്നില്ല, വാവിച്ചി 2 ഉമ്മൻ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അത് ഉമ്മൊക്കെ കൊടുത്ത് പോയി. പിന്നെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ചിക്കൻ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ കട്ട് ചെയ്ത് മസാലയൊക്കെ ചെയ്തു. ലെഗ് പീസ് വേണം, 2 ആൾക്കും ലെഗ് പീസാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞു ഏതായാലും ചിക്കനൊക്കെ ഉള്ളതല്ലേ, പിന്നെ നമുക്ക് നെയ്ച്ചോറൊക്കെ വെക്കാം എന്നൊക്കെ പറഞ്ഞ് മോനോട് പറയാണ്. അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ആർഭാടമൊന്നും ഇല്ലെങ്കിലും ഞാനും ഇക്കാകയും മക്കളൊക്കെ ഉള്ളൊരു ചെറിയൊരു സെലിബ്രേഷൻ എല്ലാ തവണ ഉണ്ടാവും 2 ആളുടെ ബർത്ത്ഡേക്കും. അത് ഞങ്ങൾ ഇതുവരെ മുടക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അവരുടെ മാമിച്ചിമാർ വരാറുണ്ട്, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. കേക്ക് കട്ട് ചെയ്യുക, അവരും കേക്ക് വാങ്ങിച്ച് വന്ന് കട്ട് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് അങ്ങനെയാണ് സ്ഥിരം എല്ലാ തവണയും ഇവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെയാണ് നടക്കാറ്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ മാത്രമാണ് എല്ലാവരും വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ആഘോഷമൊക്കെ ആക്കി നടത്തിയത്. പിന്നെ നമ്മൾ മാത്രം ഉള്ളൊരു ആഘോഷമൊക്കെ ആയിട്ടാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ ചിക്കനൊക്കെ പുരട്ടിയൊക്കെ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട്
നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മുന്നാസ് വന്നൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ മാമച്ചിമാർ വന്നിട്ടുണ്ടായി, കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ രണ്ടാളും കൂടെ എന്തായാലും ഏത് ബർത്ത്ഡേ ആയാലും പേരുടെ ബർത്ത്ഡേക്കും പേരും കൂടിയാണ് കേട്ടോ എപ്പോഴും കേക്ക് കട്ട് ചെയ്യാറ്. ഒറ്റക്കൊറ്റക്ക് അങ്ങനെ കട്ട് ചെയ്യാറില്ല, രണ്ടാളും കൂടെ ഒരുമിച്ച് നിന്നാണ് കട്ട് ചെയ്യാറ്. അങ്ങനെ മാമച്ചിമാർക്കും വാപ്പിക്കും എല്ലാവർക്കും കേക്കൊക്കെ തരാണ്. ഞങ്ങളും കേക്കൊക്കെ അവർക്ക് വെച്ച് കൊടുക്കുകയാണ്. അവരുടെ ഹാപ്പി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കേക്ക് കട്ടിങ് ആണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെ മാമിച്ചി ഒരു ഷർട്ട് അവന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ചിക്കനൊക്കെ വറുത്തു, ഗീ റൈസൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡ് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ, പക്ഷേ അത് മറന്നുപോയി കേട്ടോ. അത് സംസാരിച്ചിരുന്നപ്പോൾ അത് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ വിട്ടുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.